തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മീയമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുന്നത് നിങ്ങളേവരും സശ്രദ്ധം ശ്രദ്ധിക്കുമല്ലോ. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ അനേക ആത്മീയ സത്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മെ പ്രബോധിപ്പിക്കുന്ന ഒരു പ്രബോധന വാക്യമാണ് ഈ രാവിലെ നാം വായിച്ചു കേട്ടത്. ഞെളിയാതെ ദൈവത്തെ ഭയപ്പെടുക. ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകമെന്ന് പറയുന്നത് അതുതന്നെയാണ്, ഞെളിയാതെ ദൈവത്തെ ഭയപ്പെടുക. നാം ഇങ്ങനെയാണ് ഇംഗ്ലീഷ് വായിക്കുന്നത്, വെൽ ബിക്കോസ് ഓഫ് അൺബിലീഫ് they were broken off and thou standest by faith, be not high-minded by fear. അവിടെ ഞെളിയാതെ ഭയപ്പെടുക എന്നുള്ളതിന് കിങ് ജെയിംസ് വേർഷനിൽ ഹൈ മൈൻഡഡ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഡു നോട്ട് കോൺസിറ്റഡ്. അങ്ങനെയുള്ളൊരു പദമാണ് നമുക്ക് കാണാണ്ട് കഴിയുന്നത്. സോ ഇവിടെ നമുക്ക് രാവിലെ ചിന്തിക്കാണ്ട് കഴിയുന്നത്, നാം എന്ത് ചെയ്യണം? ദൈവത്തെ ഭയപ്പെടണം. അതിന് പൗലോസ് പറയുകയാണ്, അത് അങ്ങനെ ദൈവത്തെ ഭയപ്പെട്ട് കർത്താവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ ദുരഭിമാനം മാറ്റണം. ഹൈ മൈൻഡഡ് എന്ന് പറഞ്ഞാൽ, കോൺസിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മലയാള അർത്ഥം ഇങ്ങനെയാണ്, ദുരഭിമാനം മാറ്റുക, പൊങ്ങച്ചം മാറ്റുക, അഹംഭാവം മാറ്റുക എന്നിത്യാദി ശബ്ദങ്ങളാണ് നമുക്ക് ഈ പദങ്ങൾക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. റോമർ 11:17 നമ്മൾ വായിക്കുന്നത്, കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ടിട്ട് കാട്ടൊലിവായി നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ച് ചേർത്ത് ഒലിവുമരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേര് നിന്നെ എത്ര ചുമക്കുന്നു എന്ന് ഓർക്കുക. റോമർ 11 ഇസ്രായേലിൻ്റെ ഒരു ശേഷിപ്പിനെ കുറിച്ചാണ് പരാമർശം. പ്രവാചകൻ യെശയ്യാ തൻ്റെ പ്രവചന പുസ്തകത്തിൽ യെശയ്യാ 37:31 യഹൂദാഗ്രഹത്തിൻ്റെ രക്ഷപ്പെട്ട ഒരു ശേഷിപ്പിനോടുള്ള ബന്ധത്തിൽ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കുക. യെശയ്യാ 36 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിൽ യഹൂദ രാജാവായ കിങ് ഹിസ്കിയാവിൻ്റെ ജീവിത അനുഭവങ്ങളുടെ ഒരു വിശദീകരണം നമുക്ക് ശ്രദ്ധിക്കാണ്ട് കഴിയും. യെശയ്യാ 37:1 ഹിസ്കിയ അശ്ശൂരിൻ്റെ വെല്ലുവിളിയെ ഭയന്നു. 37:6 അവൻ്റെ ഭയം മാറി. കാരണം ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ടു. യെരമ്യാ 33:3 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കഷ്ടകാലത്ത് വിളിച്ച് വീക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. കിങ് ഹിസ്കിയായുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ളതാണ്. 37:17 യെശയ്യാ 37:17 നോക്കുക. യഹോവേ ചെവി ചായച്ച് കേൾക്കണമേ, യഹോവേ തൃക്കണ്ണ് തുറന്ന് അത് നോക്കണമേ. ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുവാൻ ആളയച്ചിരിക്കുന്ന സൻഹേരീബിൻ്റെ വാക്കൊക്കെയും കേൾക്കണമേ. യഹോവ ജനത്തെയും ശൂന്യമാക്കി. യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശ്ശൂരിൽ പാളയത്തിൽ 185,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. യെശയ്യാ 37:36 ഈ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സ്വന്തം ദൃഷ്ടിയിൽ കണ്ട ഹിസ്കിയാവ് ദൈവത്തെ ഭയപ്പെടാതെ ഞെളിഞ്ഞ് നടക്കുന്ന കാഴ്ച യെശയ്യാ 38 നമുക്ക് കാണാണ്ട് കഴിയും. രോഗവും പ്രാർത്ഥനയും വിടുതലും ഒക്കെ ലഭിച്ചു. 15 വർഷം നീട്ടിക്കിട്ടിയ കിങ് ഹിസ്കിയ സൗഖ്യത്തിൽ മതിമറന്ന് പോഷത്വം കാണിക്കുന്നത് കാണാം. യെശയ്യാ 39:3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. അവിടെ നമ്മൾ കാണാൻ കഴിയുന്നത്,
മൊരേദക്ക് ബലദാൻ എന്ന ബാബേൽ രാജാവ് കിങ് ഹിസ്കിയാവിന് രോഗം പിടിച്ച് സൗഖ്യമായി എന്ന് കേട്ടതുകൊണ്ട് അവന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു. കിങ് ഹിസ്കിയ രാജധാനിയിലെ വസ്തുക്കളും കണ്ടു. എൻ്റെ ഭണ്ഡാരത്തിൽ കാണിക്കാത്ത ഒരു വസ്തുവും ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം വിശ്വാസികൾ ശ്രദ്ധിക്കണം, മക്കൾ അനുഭവിക്കേണ്ട നന്മകൾ അത് മറ്റുള്ളവർ അനുഭവിക്കുവാൻ ഇടയാക്കരുത്. യഹോവയെ എന്ത് ചെയ്യുന്നു? നിന്ദിക്കുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കുവാൻ പാടില്ലായിരുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്, അശൂരിൽ നിന്നുമൊക്കെ വന്നിട്ടുള്ളവരാണ്. അവർക്കത് കാണിക്കാൻ പാടില്ലായിരുന്നു. അത് തെറ്റായിപ്പോയി. എന്നാൽ കിങ് ഹിസ്കിയ എല്ലാം തുറന്നു പറഞ്ഞു. എല്ലാം തുറന്നു പറയാൻ പാടില്ലായിരുന്നു. അത് വിശ്വാസികളും ദൈവമക്കളും വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ചിലരെ ഉള്ളു തുറന്നങ്ങ് പറഞ്ഞു പോകും, പക്ഷേ അത് പിൽക്കാലത്ത് അവർക്ക് തന്നെ ദോഷമായി തീരാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ഈ ഹിസ്കിയാവിൻ്റെ രോഗം മാറി, അവൻ്റെ ക്ഷീണം മാറി, എല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചു. അവൻ്റെ അനുഗ്രഹത്തിന് ഒത്തവണ്ണം എന്ത് ചെയ്തു? അവനെല്ലാം എന്ത് ചെയ്തു? അല്പം നിഗളം കൂടി കാണിക്കേണ്ടാത്തതും പറയേണ്ടാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുകയും കാണിക്കുകയും ചെയ്തു. ഒറ്റ രാത്രി കൊണ്ട് ഇതെല്ലാം അടിച്ചു മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. മക്കൾ അനുഭവിക്കേണ്ട വസ്തുക്കളും ജനത്തിൻ്റെ ആരാധന സ്വാതന്ത്ര്യവും ആരാധന വസ്തുക്കളും ആലയത്തിലെ പാത്രങ്ങൾ ഉൾപ്പെടെ അടിച്ചു മാറ്റി. നമുക്കറിയാം, ഈ പദങ്ങളൊക്കെ ഇന്ന് നാം സംസാരിക്കുന്ന സാധാരണ പദങ്ങളായി അടിച്ചു മാറ്റുക എന്നുള്ളത്. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് എന്ത് ചെയ്തു? അടിമകളായിട്ട് അവരെ പിടിച്ചുകൊണ്ടു പോകാനിടയായി. അവൻ്റെ ദുരഭിമാനം, അവൻ്റെ പൊങ്ങച്ചം കാണിക്കലും അഹംഭാവവും ദൂരവ്യാപകമായ വിപത്തിലേക്ക് കിങ് ഹിസ്കിയാവിനെ മാത്രമല്ല, മക്കളുടെ ദുരന്തത്തെ ഓർത്ത് ദുഃഖിക്കാതെ സ്വന്തം സമാധാനവും സൗഭാഗ്യവും മാത്രം ലക്ഷ്യമാക്കിയ ഹിസ്കിയാവിനെ യെശയ്യാ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് പ്രിയപ്പെട്ടവരെ? ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പൗലൂസ് റോമാലേഖനത്തിൽ പറയുന്നു, വിശ്വാസത്തിൽ നിൽക്കുക, ഞെളിയാതെ ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളതാണ്. 1 ദിനവൃത്താന്തം 13-7 വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നത് ദാവീദ് ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടിരുന്ന കാര്യത്തെക്കുറിച്ചാണ്. അവർ ദൈവത്തിൻ്റെ പെട്ടകം അബിനാദാബിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി. ഉസ്സയും അഹ്യോവും വണ്ടി തെളിച്ചു. ദാവീദ് തൻ്റെ പ്രതാപകാലത്ത് ചെയ്ത ഒരു ഭോഷത്വം ആണ് ഇവിടെ ചിന്തനീയമായ വിഷയം. 2 ശമൂവേൽ 6:1 മുതൽ പഠിച്ചാൽ പെട്ടകം ഫിലിസ്ത്യ ദേശത്ത് നിന്ന് യെരൂശലേമിലേക്ക് കൊണ്ടുവരുന്നതാണ്. ദാവീദ് സകല ബിരുദന്മാരെയും കൂട്ടി ഏകദേശം 30,000 പേരെ കൂട്ടി ഒരു പുതിയ വണ്ടി കയറ്റി അബിനാദാബിൻ്റെ വീട്ടിൽ നിന്നും തൻ്റെ 2 മക്കളെ വണ്ടി തെളിയിക്കാനായിട്ട് ഒരുക്കി. ആരാണ്? ഉസ്സയും അഹ്യോവും. മക്കളെ ഏൽപ്പിച്ചതിന് കുഴപ്പമില്ല, അവരത് ചെയ്യേണ്ടതാണ്. എന്നാൽ കുഴപ്പം എന്താണ്? പ്രമാണം വിട്ടു ചെയ്തു എന്നുള്ള കാര്യമാണ്. അപ്പോൾ നേരായ മാർഗത്തിലൂടെ ആയിരുന്നില്ല ഈ പെട്ടകം കൊണ്ടുവന്നത്. നേരായ മാർഗത്തിലൂടെ ചെയ്യാത്ത ഏത് കാര്യങ്ങൾക്കും പിറകിൽ ശിക്ഷയുണ്ടാകുമെന്ന് വിശ്വാസികളും ദേവദാസന്മാരും എല്ലാം പഠിക്കണം. മഹാപുരുതനായ ഏലിയുടെ മരണശേഷം പെട്ടകം ഫെലിസ്ത്യർ പിടിച്ചെടുത്തു. ഏകദേശം 100 വർഷത്തോളം സമാഗമന കൂടാരവും പെട്ടകവും ഇസ്രായേൽ ദേശത്തു നിന്ന് വേർപെട്ടുപോയി. സഭയുടെ വേർപാടും ആരാധനയും അലങ്കോലപ്പെട്ടു. ആരാധനയും വേർപാടും വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. ചിലർക്ക് അതൊരു വിഷയമേ അല്ല ആരാധന എന്ന് പറയുന്നത്. എന്നാൽ നിയമപെട്ടകം കിര്യത്ത് യാരാമിൽ നിന്ന് യെരൂശലേമിലേക്ക് കൊണ്ടുവരികയാണ്. ഏലിയുടെ 2 മക്കളുടെ മരണം ഇസ്രായേൽ കണ്ടതാണ്. പിന്നെയും തനി തെറ്റ് ആവർത്തിക്കുന്നത് കാണാം. അബിനാദാബിൻ്റെ 2 മക്കളിൽ ഉസ്സയുടെ മരണം നമുക്ക് വലിയ ഉപദേശവും മുന്നറിയിപ്പും തരികയാണ്. ഇനി നമുക്ക് വിഷയത്തിൽ കടക്കാം. പുറപ്പാട് 25-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യവും സംഖ്യ 4-ാം അധ്യായത്തിൻ്റെ 5-20 വാക്കിൽ കാണുന്നത് തണ്ടുകളിൽ പെട്ടകം ചുമക്കണം എന്നാണ്. അതായത് ഈ പെട്ടകത്തിൻ്റെ പാർശ്വങ്ങളിൽ കൊളുത്തുകളുണ്ട്. അപ്പോൾ ആ കൊളുത്തുകൾക്കുള്ളിൽ കമ്പ് കയറ്റി ഷോൾഡറിൽ വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ
ആ ഷോൾഡറിൽ വെച്ചാണ് ഇത് ചുമന്നുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ചുമലിൽ വയ്ക്കണം, അവയെ ചുമലിൽ ചുമക്കണം. അങ്ങനെയാണ് പ്രമാണം. നീലം പെട്ടകം കൊണ്ടുവരേണ്ടതിന് ആ പ്രമാണം തെറ്റിച്ചു. പക്ഷെ ദാവീദ് ബിരുദന്മാരെ കൂട്ടിയത് ശരിയായില്ല. അങ്ങനെ പെട്ടകം കീദോൻ കളത്തിന് സമീപം എത്തിയപ്പോൾ കാള വിരണ്ടു. അതായത് ശമൂവേലിന്റെ പുസ്തകത്തിൽ നാഖോന്റെ കളത്തിൽ എത്തിയപ്പോൾ കാള വിരണ്ടത് കൊണ്ട് ഉസ്സ കൈ നീട്ടി ദൈവത്തിൻ്റെ പെട്ടകം പിടിച്ചു. കാരണം പെട്ടകം ഇളകി എന്നുള്ളതാണ്. ഉസ്സ നോക്കിയപ്പോൾ പെട്ടകം ഇളകാൻ തുടങ്ങി. പെട്ടകത്തെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അതെ, പെട്ടകത്തെ അവൻ വട്ടം പിടിച്ചു. ഉടനെ അവൻ തട്ടിപ്പോയി. ദാവീദ് അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. പ്രിയപ്പെട്ടവരെ, ദാവീദ് നീ കാരണം ഒരു ഉസ്സ മരിക്കേണ്ടി വന്നല്ലോ. ന്യായപ്രമാണം അറിയാവുന്ന ദാവീദ് ഇങ്ങനെ ചെയ്ത ഒരു ഭോഷത്വം, അതെ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മരണത്തിന് കാരണമായി. ഉസ്സയുടെ മരണത്തിന് 2 കാരണമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ പെട്ടകം വണ്ടിയിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. നാം മുമ്പ് പുറപ്പാട് പുസ്തകം 24:15 നമ്മൾ വായിക്കുന്നുണ്ട്. അത് കൊളുത്തുകളിൽ അത് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് കമ്പ് അത് കയറ്റി ഷോൾഡറിൽ അത് തൂക്കിക്കൊണ്ടാണ് ചുമന്നുകൊണ്ടാണ് വരേണ്ടത്. പക്ഷെ അത് ആ മാർഗം അത് അവർ അവലംബിച്ചില്ല. അപ്പോൾ പെട്ടകത്തിൻ്റെ പാർശ്വത്തിൽ കൊളുത്തുകളാൽ അത് ചുമക്കണമായിരുന്നു. എന്നാൽ പെട്ടകത്തെ സ്പർശിക്കാൻ പാടില്ലായിരുന്നു. നമ്പേഴ്സ് 4:20, നമ്പേഴ്സ് സംഖ്യ 4-ാം അധ്യായത്തിന് 20-ാമത്തെ വാക്യം. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ആത്മീയമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് നാം ചെയ്യേണ്ടത് ചെയ്യണം, ചെയ്യേണ്ടാത്തത് ചെയ്യരുത് എന്നുള്ള ഒരു വിപൽ പ്രബോധനമാണ്. ഇവിടെ ദാവീദ് പെട്ടകം കൊണ്ടുവന്നപ്പോൾ ഇവിടെ വായിക്കുന്നത് ഉസ്സ കൈ നീട്ടി പെട്ടകത്തെ പിടിച്ചു. റോമർ 10:21 ഇസ്രായേലിനെ കുറിച്ച് അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തെങ്കിലേക്ക് ഞാൻ ഇടപെടാതെ കൈ നീട്ടി എന്ന് അവൻ പറയുന്നു. യഹോവയായ ദൈവത്തിൻ്റെ കരം ചിലപ്പോൾ അനുഗ്രഹത്തിൻ്റെതാകാം, ചിലപ്പോൾ അത് ദൈവിക ശിക്ഷയുടേതാകാം. ആകയാൽ യഹോവയെ ഭയപ്പെട്ട് മഹത്വം കൊടുക്കുക. ദാവീദിൻ്റെ നിഗളം, അവൻ്റെ ദുരഭിമാനം, അവൻ്റെ പൊങ്ങച്ചം, അഹംഭാവത്തെ ദൈവം ചെയ്തു ഉസ്സയിലൂടെ അത് ശിക്ഷിച്ചു, അവൻ്റെ മുമ്പിൽ കാണിച്ചു. ദാവീദ് ഞെട്ടിപ്പോയി. കാരണം പെട്ടകം ഇളകി, ഉസ്സ വട്ടം പിടിച്ചു. ഉടൻ എന്ത് ചെയ്തു? അവൻ തട്ടിപ്പോയി. ഇത് കണ്ട ദാവീദ് ഞെട്ടിപ്പോയതായിട്ടാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുവരെയും അങ്ങനെ ഒരു സംഭവം ദാവീദ് കണ്ടിട്ടില്ല. പ്രിയ ദൈവജനമേ, നമുക്ക് ഞെളിയാതെ ഭയപ്പെട്ട് ജീവിക്കാം. അതിനായി ഒരു കോൺട്രാസ്റ്റിംഗ് സ്പിരിച്വാലിറ്റി, അതായത് ഒരു ആത്മീയ പുനഃപരിശോധന നടത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഈ വലിയ സംഭവം അതിന് ഇടയാക്കട്ടെ. 3-ാമത്തെ ഒരു സംഭവം കൂടെ ഓർപ്പിക്കാം. അതും മറ്റൊരു രാജാവാണ്, കിങ് ഉസിയാവാണ്. ഉസിയ രാജാവിനെ കുറിച്ച് വായിക്കുന്നു. 2 ദിനവൃത്താന്തം 26:17-18. അസിരിയ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായി യഹോവയുടെ 80 പുരോഹിതന്മാർ അവൻ്റെ പിന്നാലെ അകത്തു ചെന്ന് ഉസിയാവിനെ തടുത്തു. അവനോട്, ഉസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്ന നിനക്ക് വീതമല്ല. ധൂപം കാട്ടുവാൻ വിശദീകരിക്കപ്പെട്ട അഹരോന്യ പുരോഹിതന്മാർക്കത്രേ വിശുദ്ധ മന്ദിരത്തിൽ നിന്നും പൊയ്ക്കൊള്ളുക. ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത്. അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് മുൻപാകെ നിനക്ക് മാനമായിരിക്കില്ലെന്ന് പറഞ്ഞു. യഹൂദയിലെ രാജാവായ 16-ാമത്തെ വയസ്സ് ഉള്ളപ്പോൾ എന്ത് ചെയ്തു? അത് അവൻ്റെ അപ്പനായ അമസ്യാവിന് പകരം രാജാവായി. 2 ദിനവൃത്താന്തം 26:3 16-ാമത്തെ വയസ്സിലാണ് അവൻ രാജാവാകുന്നത്. 52 വർഷം യെരൂശലേമിൽ വാണു. അപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് അവൻ്റെ രാജഭരണമാണ്. നല്ലൊരു ഭരണതന്ത്രജ്ഞനും നല്ലൊരു സൈനിക സമൂഹവും അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുത്തു. അവൻ്റെ ശ്രുതി ബഹുദൂരം പരന്നു എന്നാണ് 2 ദിനവൃത്താന്തം 26:15 നമ്മൾ വായിക്കുന്നത്. ഹിസ് ഫെയിം, അവൻ വളരെ പെട്ടെന്ന് അവന് പ്രശംസനീയമായ നിലയിൽ ഉയരുവാനിടയായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം നാശത്തിനായി നിഗളിച്ചു. നിഗളം അതിൽ തന്നെ ഒതുങ്ങുന്ന ഒരു ദോഷമല്ല കേട്ടോ. ലൂസിഫറിൻ്റെ നിഗളം യെശയ്യാ 14, എസെക്കിയേൽ 28 ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ അധികം നിഗളിക്കുവാൻ ഇടയായില്ല.
അവന് അരുണോദയപുത്രൻ എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ പ്രവാചകൻ ചോദിക്കുന്നു, അരുണോദയപുത്രനായ ശുക്ര ആകാശത്തിൽ നിന്ന് എങ്ങനെ വെട്ടേറ്റ് നിലംപതിച്ചു? അതവൻ്റെ ഗർവമാണ്. അപ്പോൾ ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകുമെന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഇതുപോലെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയവരും പ്രമുഖരും നമ്മുടെ ഇടയിൽ വെട്ടേറ്റ് നിലംപതിച്ചിട്ടുണ്ട്. നീ നിൽക്കുന്നത് വിശ്വാസത്താലാണെങ്കിൽ ഞെളിയാതെ ഭയപ്പെടുക. ഉസിയാവ് പ്രബലനായപ്പോൾ ഹൃദയം നിഗളിച്ചു. യഹോവയുടെ മന്ദിരത്തിൽ പുരോഹിതന്മാർ മാത്രം ധൂപം കാട്ടുന്നിടത്ത് ധൂപം കാട്ടുവാൻ കൈനീട്ടി. പുരോഹിതന്മാർ പറഞ്ഞു, നിനക്ക് ഇത് മാനമായിരിക്കുകയില്ല. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായിത്തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രയെന്നാണ് സങ്കീർത്തനം 49:20 നമ്മൾ വായിക്കുന്നത്. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. ശ്രദ്ധിച്ചു പഠിച്ചാൽ ഈ രാജാവ് ഒരു വഴക്കാളിയുടെയാണെന്നുള്ളത് മനസ്സിലാകും. ഇങ്ങനെ ധാർഷ്ട്യം കാണിച്ച ഈ കിങ് ഉസിയാവിൻ്റെ തിരുനെറ്റിയിൽ തന്നെ കുഷ്ഠം പൊങ്ങി. ഇത് 80 പുരോഹിതന്മാരും മറ്റുള്ളവരും കാണുവാനായിട്ടിടയായി തോന്നും. നമുക്കറിയാം, അത് നമ്മുടെ നേരെ നെറുകയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ എല്ലാവരും കാണും. അത് മറച്ചു വയ്ക്കാൻ സാധിക്കത്തില്ല. നോക്കുക, ദൈവം അവൻ്റെ കൈ അവൻ്റെ നേരെ നീട്ടി എന്നുള്ളതാണ്. അപ്പോൾ ചെയ്യരുതാത്ത കാര്യം ചെയ്യുവാൻ കൈ ഓങ്ങിയ ഉസയ്ക്ക് നേരെ യഹോവയുടെ കൈ ഉയർന്നു. ശിക്ഷ ഉടൻ കിട്ടി. വണ്ടി തെളിച്ച ഉസയെപ്പോലെ ഉടൻ തട്ടിപ്പോയില്ല. കാരണം ദൈവം അവനെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു എന്നുള്ളതാണ്. കിങ് ഹിസ്കിയ ചെയ്തതുപോലെ മക്കളുടെ ദുരന്തത്തെ ഓർക്കാതെ അല്ലെങ്കിൽ ദുഃഖിക്കാതെ സ്വന്തം അഭിമാനം കാത്തു സൂക്ഷിച്ച കിങ് ഹിസ്കിയാവിൻ്റെ മക്കൾ നമുക്ക് കാണാണ്ട് കഴിയും. അവരുടെ അനുഭവം എത്രമാത്രം ദുരിതമായിരുന്നു. എന്നാൽ അതുപോലെ ഈ ഉസിയാവിൻ്റെ മക്കളും അതുതന്നെയായി മാറി. അവരുടെ ജീവിതത്തിൽ അവർ ആത്മീയ കാഴ്ചയില്ലാത്തവരായി നടന്നു. നമുക്ക് കിങ് ഉസിയാവിൻ്റെ മകൻ യോഥാമിനെ നോക്കാം. 2 ദിനവൃത്താന്തം 27:1. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ 25 വയസ്സായിരുന്നു. 16 സംവത്സരം യെരൂശലേമിൽ വാണു. എങ്കിലും യഹോവയുടെ ആലയത്തിൽ കടന്നില്ല. ദൈവീയ ശുശ്രൂഷയെക്കുറിച്ചോ ആത്മീയ അഭിവൃദ്ധിയെക്കുറിച്ചോ ഉൾക്കാഴ്ചയില്ലാത്തവനായിരുന്നു. കാരണം സഭയിൽ വഴക്കുണ്ടാക്കുന്നവൻ്റെ സന്തതി ആണായാലും പെണ്ണായാലും തെറ്റിപ്പോകും. ഞാൻ ആ പദം ഒന്നുകൂടെ ഉപയോഗിക്കാം. ആ സെൻറ്റൻസ് ഒന്നുകൂടെ ഞാനൊന്ന് പറയാം. സഭയിൽ വഴക്കുണ്ടാക്കുന്നവൻ്റെ സന്തതി, അതാണായാലും പെണ്ണായാലും അവർ തെറ്റിപ്പോകും. ഒരു ശക്തമായ മുന്നറിയിപ്പാണ്. തൻ്റെ പിതാവിൻ്റെ അഹങ്കാരം കുഷ്ഠരോഗിയായി മകൻ ആത്മീയത്തെ വെറുത്തു. കോരപുത്രന്മാരെ പോലെ ആയില്ല, അവർ മരിച്ചില്ല. സംഖ്യ 26:11 വാക്യത്തിൽ, എന്നാൽ കോരഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല. സംഭവം നമുക്കറിയാം. അത് വിസ്തൃതത്താൽ ഞാനത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇവിടെ യോഥാം ആലയത്തിൽ കടന്നില്ല, അവൻ ആരാധനയില്ല, ആത്മീയമില്ല. 3 കാര്യങ്ങൾ അവന് നഷ്ടമായി. 1, അവൻ ആലയത്തിൽ കടന്നില്ല. 2, അവൻ ആരാധനയില്ല. 3, അവന് ആത്മീയമില്ല. ഇതില്ലെങ്കിൽ പിന്നെ എന്താ? കാരണം ആരാണ്? ഉസിയാവാണ്, തൻ്റെ പിതാവാണ്. അങ്ങനെ ഉസിയാവ് ജീവപര്യന്തം കുഷ്ഠരോഗിയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രദ്ധിക്കുന്ന ധാരാളം പിതാക്കന്മാരുണ്ട്. നിങ്ങൾ ഏതെല്ലാം മേഖലകളിൽ ശുശ്രൂഷിക്കുന്നവരാണ്, ജോലി ചെയ്യുന്നവരാണ് എന്ന് എനിക്കറിഞ്ഞൂടെ. എങ്കിലും നാം മുഖാന്തരം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു നാശം വരുത്തി വയ്ക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. അങ്ങനെ ഉസിയാവ് ജീവപര്യന്തം കുഷ്ഠരോഗി ഒരു പ്രത്യേക ശാലയിൽ താമസിച്ചു. പ്രിയപ്പെട്ടവരെ, സിംഹാസനത്തിൽ ഇരുന്നവൻ ഇപ്പോൾ കുഷ്ഠരോഗിയായി പ്രത്യേകമായ ഒരു ശാലയിൽ ഒറ്റയ്ക്കിരിക്കേണ്ടതായിട്ട് വന്നു. ഇതിൻ്റെ കാരണം അഹങ്കാരമാണ്. കാരണം യഹോവ എന്ത് ചെയ്തു? അവനെ ബാധിച്ചു. അവനോട് പുരോഹിതന്മാർ 80 പേര് പറഞ്ഞതാണ്, കെഞ്ചിയതാണ്. ഉസിയാവേ, രാജാവേ, നീ അത് ചെയ്യരുത്, നിനക്കത് മാനമായിരിക്കുകയില്ല. എന്നാൽ അവൻ്റെ വാക്ക് കേട്ടില്ല എന്ന് മാത്രമല്ല, അവൻ്റെ ധിക്കാരവും ധാർഷ്ട്യവും അവനത് ധൂപം കാട്ടുവാൻ കൈ ഓങ്ങിയപ്പോൾ ദൈവം അവൻ്റെ നേരെ കൈ ഓങ്ങി എന്നുള്ളതാണ്. ശലോമോൻ ഇങ്ങനെ പറയുന്നു, നാശത്തിന് മുമ്പ് ഗർവം, വീഴ്ചയ്ക്ക് മുമ്പ് ഉന്നതഭാവം.
പ്രിയപ്പെട്ടവരെ, ഈ കാര്യം നാം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ബാബേലിലെ രാജാവായിരിക്കുന്ന നെബൂഖദ്നേസറിൽ തൻ്റെ മകനായ ബെൽസസറിനും പറ്റിയത് നിഗളമാണ്, ഉന്നതഭാവമാണ്, ഗർവമാണ്, അഹംഭാവമാണ്. അവയെ മരിപ്പിച്ചെങ്കിലേ തുടർജീവിതം ലഭിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്ന എത്ര ഭയങ്കരമാണ്. നോക്കുക, അവരെ നെബൂഖദ്നേസറിനെയൊക്കെ പശു പുല്ല് തിന്നുന്നതുപോലെ തീറ്റിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ അത്രമാത്രം നികൃഷ്ട നിലയിൽ ദൈവമാക്കി കളഞ്ഞു. റോമർ 1-ാം അധ്യായത്തിൽ വായിക്കുന്നു, അവരെ അശുദ്ധിയിൽ അവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് വായിക്കുന്നുണ്ട്. അവരെ അശുദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു, അവരെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. നോക്കുക, ദൈവത്തെ മറന്ന്, ദൈവത്തെ ഭയപ്പെടാതെ അഹങ്കാരത്താൽ ചെയ്തതായതിന് തിക്തമായ ഫലം ദൈവം കൊടുത്തത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പോലെ ആയിത്തീരാൻ പാടില്ല. നമുക്ക് ഈ ഉസ്യാവിനെ പോലെ അത് വഴക്കുണ്ടാക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഹിസ്കിയാവിനെ പോലെ അത് നാം ദൈവിക നന്മകളും കാര്യങ്ങളൊക്കെ ധാരാളം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശത്രുക്കൾക്ക് മുമ്പിൽ നമ്മളെല്ലാം നിരത്തി വെച്ച് കാണിക്കാൻ പാടില്ല. അനേക ആത്മീയ സത്യങ്ങളെ നമുക്ക് ഈ നാളുകളായിട്ട്, ഈ ദിവസങ്ങളിൽ നമുക്ക് ഇതിലൂടെ ചിന്തിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ആകിയാൽ, പ്രിയപ്പെട്ടവരെ, ദൈവജനമേ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ഉപദേശിയോ മൂപ്പനോ വിശ്വാസിയോ ശുശ്രൂഷനോ എക്സെട്ര ആരുമായിക്കൊള്ളട്ടെ, ദൈവസഭയിൽ യോഗ്യമായി ജീവിക്കുക. ഇവിടെ നമ്മൾ വഴക്കിടാതെ കർത്താവിനെ ആരാധിക്കുക. ഇത് ശ്രദ്ധിക്കാതെ പോയാൽ ഉസ്യാവ് നമുക്ക് മുൻപായിട്ടൊരു മുന്നറിയിപ്പായിട്ട് നിൽക്കുന്നു. ആകയാൽ നാം ഇവിടെ വായിക്കുന്നത്, താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാനായിട്ട് നോക്കിക്കൊള്ളട്ടെ. ദൈവം ഏവരെയും തൻ്റെ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. അവൻ്റെ വലിയ നാമം ഇന്നു മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.
ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി, വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി, വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം.